ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഷവർമ്മ പൂരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഷവർമ്മ പൂരിക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ശരിക്കും ഒരു 6 ഞങ്ങളെ കോഴിക്കോടൊക്കെ 70-80 ഉറുപ്പ്യൊക്കെ ഉണ്ട് കേട്ടോ ഈ 6 ഷവർമ്മ പൂരിക്കൊക്കെ വരാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ആയ ചിക്കൻ എടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഇതൊന്ന് കായം പുരട്ട മീൻസ് നമ്മൾ കോഴിക്കോട് കായം പുരട്ട എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് എനിക്ക് എന്താ പറയുക, ചിക്കൻ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടെടുക്കുക. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ എന്താ പറയുക മല്ലിപ്പൊടിയും കൂടി ചേർത്തെടുക്കട്ടെ. പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തൈരും കൂടി ചേർത്തെടുക്കട്ടെ ടേസ്റ്റിന് വേണ്ടി. ചിലപ്പോൾ ചിലർ വിനാഗിരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, അതും വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ടിത് കായം പുരട്ടിയതിന് ശേഷം നമുക്ക് ഇത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വല്ലാതെ കരിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വെന്തിക്കണം തോന്നുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. ഇനിയാണ് മക്കൾസ് മെയിനായിട്ടുള്ള പരിപാടി. അരിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് പെയ്യാണ്ടാവും, അത്രയ്ക്ക് ഇഷ്ടം പോലെ അരിയാണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ എടുത്തിട്ടുള്ളത് വല്യുള്ളിയാണ് കേട്ടോ, ബോംബാള്ളി എന്നൊക്കെ പറയും. അത് ഞാൻ 2 എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കക്കിരി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളത്തെ കുറച്ച് വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ജസ്റ്റ് കാമ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാമ്പല്ല, എന്താ പറയുക, ഇതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം എടുത്തിട്ടുള്ളത്. എൻ്റെ കുരുക്ക ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് എടുത്തേക്കാം കേട്ടോ. അതിന് ശേഷം ക്യാരറ്റ് കുനുകുനാന്നരിയുക. ഇത് ഒരു 2 ക്യാരറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാബേജാണ് ഇത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ക്യാബേജാണ് കേട്ടോ. ക്യാബേജ് ഇല്ലെങ്കിൽ പിന്നെ സംഗതി പാളി, പിന്നെ നോക്കണ്ട. പിന്നെ മല്ലിയില ചപ്പും കൂടി കുനുകുനാന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കറക്കണ്ട, അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ വരും. ജസ്റ്റ് ഒന്ന് എന്നുള്ളൊരൊച്ച മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. എന്താ പറയുക, നമ്മളെ ഈ ഷവർമ്മൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, ഇത് ഷവർമ്മ പൂരി തന്നെയാണ്, പക്ഷേ നല്ല നമ്മൾ കടയിൽ കിട്ടുന്ന ആദ്യ ടേസ്റ്റിൽ തന്നെ അടിപൊളി സ്മെല്ല് വരും കേട്ടോ. ഇതിലേക്ക് ഹോം മെയ്ഡ് മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ, ഇത് കാണാമെന്നുള്ളവർ ഞാൻ എൻ്റെ ചാനൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് പോയി കാണാം. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി മയോണൈസും കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഷവർമ്മ പൂരി ഉണ്ടാക്കാനുള്ള പൂരിയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് പാക്ക് വാങ്ങിയതാണ്. ജസ്റ്റ് ഇത് പൊരിച്ചതും കിട്ടും, പക്ഷെ പൊരിച്ചത് വാങ്ങിയിട്ടില്ല. ഞാൻ അതിൻ്റെ പാക്കായിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇതിനാകെ 12 രൂപയാവുന്നുള്ളൂ, പക്ഷെ എന്തായാലും അടിപൊളി ഒരുപാട് സംഗതി ഇതിനകത്തുണ്ട് കേട്ടോ. മീൻസ് ഒരുപാട് പൂരികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇത് ഹോളാക്കി കൊടുത്തതിന് പൊരിച്ച് ഹോളാക്കി കൊടുക്കുക. ഹോളാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് നിറച്ചെടുക്കാം കേട്ടോ. ഈ സ്പൂൺ കൊണ്ട് എനിക്ക് വല്ല നിറക്കാൻ കഴിയില്ല, അപ്പോൾ ഞാൻ അതിൻ്റെ കയ്യിന് പ്രയോഗിച്ചിട്ട് ഞാനിത് നിറച്ചെടുക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചെടുക്കട്ടോ. അങ്ങനെ ഇതായാലും നമ്മളെ ഷവർമ്മ പൂരി ഗൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, പുറത്തൊക്കെ പോയി വാങ്ങുമ്പോൾ എന്തായാലും നല്ല റേറ്റാണ് ഇതിന്. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.